Hi dear friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെറൈറ്റി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണീൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസ് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കട്ടിയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ ഇപ്പം കുറച്ചൊരു മീഡിയം പീസിനേക്കാളും കുറച്ചുകൂടെ വലിയ പീസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 3 മുതൽ 4 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടി കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഫുഡ് കളർ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ചൂടായ ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ എന്നാൽ ഫ്രൈ ആവുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ കൂടെ ചേർത്തത് കൊണ്ട് തന്നെ മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഓണിയൻ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്ത് കിട്ടുകയും ചെയ്യും. നമ്മളെ ജോലി ഒരുപാട് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ. നമുക്ക് ഏത് ഷേപ്പിലും ഉള്ളിയും അതുപോലെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ. അപ്പോൾ ഇത്ര ആയാൽ മതി. ചിക്കന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഇത് കുറച്ചും കൂടെ ഈ ഫ്രൈ ആക്കിയത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഓയിൽ വരുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത്രയും സ്ലൈസായി കിട്ടിയിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വാട്ടിയെടുക്കണം. എത്ര നന്നായി വാട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മൂടി വെച്ച് തുറന്ന് എടുക്കുന്ന ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഫ്രഷ് ചേർക്കുന്നതാണ്. അതും ചതച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ഉള്ളിയിലേക്ക് ഞാൻ ഇവിടെ വലിയ 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ, അതുപോലെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് ഉള്ളി മിക്സ് ആകുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഫ്രൈ ആക്കി എടുക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിലുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച്
ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തന്നെ ഒരു 5 മുതൽ 6 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടുന്ന പുളിയുള്ള തൈരാണെങ്കിൽ ഇതിൻ്റെ നേരെ ഹാഫ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് 10 മുതൽ 15 മിനിറ്റ് വരെ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കുമ്പോഴും ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ സിമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് റൈസ് റെഡിയാക്കി എടുക്കുക. ഞങ്ങളുടെ 15 മിനിറ്റ് കയമാരി 2 കിലോ കയമാരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കയമാരി നന്നായി കഴുകി വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വറുത്തെടുക്കണം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായി വറുത്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചില റൈസൊക്കെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഫ്രൈ ആയി വന്നോളും. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ആകുന്നവരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതും ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യുക. അത് കൈവിടാണ്ട് ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം റൈസ് ആദ്യം 10 മിനിറ്റ് നല്ലോണം ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യുക. അതിന് ശേഷം കുറച്ച് സിമ്മ് കുറച്ച് ഏറ്റവും നന്നായി സിമ്മ് കുറച്ച്. അപ്പോൾ ഈ റൈസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്, 1 ഗ്ലാസ് റൈസിന്. അപ്പോൾ ഈ നിങ്ങൾ 1.5 ഗ്ലാസ് മുഴുവനായിട്ട് ഒഴിക്കാതെ 1 ഗ്ലാസ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ആവശ്യമുള്ള എടുത്ത് വെച്ച വെള്ളം ഇതുപോലെ ചൂടാക്കി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ്, ഗീ റൈസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഓണിയനും കിസ്മിസും കാഷ്യൂ നട്ടും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഗീ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു റൈസ് ഒരു 15 മിനിറ്റ് മാത്രമാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓണിയൻ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിൽ നിന്ന് ഞാൻ കുറച്ച് മസാല സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മസാല മാറ്റി വെക്കുന്നത് ദമ്മിടുന്ന സമയത്ത് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ നല്ലോണം കട്ടയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി കുഴഞ്ഞു പോകുന്ന എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല എന്നെടുത്ത് വെച്ച ഗ്രേവിയാണ്. അപ്പോൾ ഈ ഒരു ദമ്മിടുന്ന ടൈമിൽ ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ പിന്നെയും റൈസ് ഇട്ട് ബാക്കിയെല്ലാം ഓണിയനും അതുപോലെ തന്നെ എല്ലാം അതിൻ്റെ മേലായിട്ട് ലെയറായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് 2 ടോപ്പിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ ടോപ്പിൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ കലക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിൻ്റെ മേലെ വെച്ച് കുറച്ചും കൂടെ റൈസ് അതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ മസാല ബാക്കിയുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും ഞാൻ ബാലൻസായും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ചും കൂടെ റൈസ് ബാക്കിയുണ്ട്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഓണിയനും കൂടെ അതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ആദ്യം ഒരു 10 മിനിറ്റ് നല്ലോണം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക, മൂടി വെച്ച്. അതിന് ശേഷം സിമ്മ് നല്ലോണം കുറച്ച്, തീ നല്ലോണം കുറച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇത് നേരത്തെ ബാലൻസ് ഉള്ള റൈസ്. അപ്പോൾ ഈ ഒരു മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും ഒരു മസാലയും കുറച്ച്
റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടോപ്പിൽ മാത്രമാണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചിക്കനും മേലൊന്ന് 2-3 പീസ് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി റൈസ് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മസാല വേറെയും അതുപോലെ റൈസ് വേറെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലെ വരുന്ന റൈസും ഈ പാത്രത്തിലുള്ള റൈസും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ചിക്കന് മസാല കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മേലുള്ള റൈസ് മാത്രമാണ് എടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് കമൻസൊക്കെ അറിയിക്കുക. ഈ ഒരു ഈദിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ജസ്ന സ്പൈസസ് എന്ന ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.